ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ സ്കൂളിൽ വന്നപ്പോൾ മുട്ട ബജ്ജി ഉണ്ടാക്കാറുണ്ട്. വെച്ച് മുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് മുട്ടൊക്കെ തൊലിച്ചു കൊടുത്തു. മുട്ടേൻ്റെ തോലൊക്കെ ഇങ്ങനെ തൊലിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കൈയിലെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ചപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അപ്പക്കാര, ബേക്കിംഗ് സോഡ, അതും കൂടി ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ എന്തായി നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മുട്ട ഇങ്ങനെ നടുവിങ്ങനെ മുറിച്ചെടുക്കാം. എല്ലാതും ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ എല്ലാതും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതാ നമ്മൾ മുട്ട ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇട്ടിട്ട് മാവൊക്കെ നമ്മളെ മുട്ടയിൽ നല്ല പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ കോരിയെടുത്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാതും നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗിന് 4 പീസാക്കി കട്ട് ചെയ്തെടുത്തു. കോരിയിട്ടും കിട്ടണില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കിട്ടി. അങ്ങനെ നമ്മളെ മുട്ട ബജി റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇനി ഇത് ഞാൻ ഫ്രൂട്ട്സ് കൊട്ടയിൽ പോയപ്പോൾ മാംഗോ ഉണ്ടായിരുന്നു. ഇതിൽ മാംഗോ എടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാനത് മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഞാനത് മാങ്ങ എടുത്തു കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ അവിടെ നമ്മളെ മുട്ട ബജ്ജി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മാങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുത്ത മാങ്ങ ഒരു സ്പൂൺ കൊണ്ട് നമ്മളത് അതിലത്തെ കഴമ്പ് മാത്രം, തോലില്ലാതെ കഴമ്പ് മാത്രം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം. എന്നിട്ട് അത് നമുക്ക് മിക്സറിലെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ 2 മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കണത്. അങ്ങനെ ഇതാ പാല് ഞാൻ കട്ടാൻ വേണ്ടി വെച്ചതായിരുന്നു, പക്ഷെ അത് കട്ടായി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തണുത്ത പാലാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, ഫ്രീസറിൽ വെച്ചിരുന്നു, പക്ഷേ കട്ടായി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തണുപ്പുള്ള പാലാണ് വെച്ചത്. പിന്നെ ഇത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനത്തെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ എൻ്റെ ജ്യൂസ് ഗ്ലാസ്സിൽ തൊഴിച്ച് കൊടുക്കാം. നല്ല ഷേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാവ്, സൂപ്പർ. ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ നമ്മൾ മുട്ട ബജ്ജും നമ്മളെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. അത് ഞാൻ ആദ്യം മാംഗോ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജിതാ. വാ, അടിപൊളി, സൂപ്പർ. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വാ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.